നമസ്തേ. നമ്മളിപ്പോൾ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ചില പുരാണ കഥകൾ. നിങ്ങൾ ചിലതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലതൊക്കെ കേൾക്കാത്തതും. കേട്ടതാണെങ്കിൽ ഒന്നുകൂടി കേൾക്കാലോ അല്ലേ? കഥയല്ലേ, കേൾക്കാലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കൃഷ്ണനെ, ഏത് കൃഷ്ണൻ? ഉണ്ണികൃഷ്ണൻ, അമ്പാടിയിലെ ഉണ്ണിക്കണ്ണൻ. ആ കൃഷ്ണനെ കൊല്ലാൻ വന്ന പൂതന എന്ന ഒരു അസുര സ്ത്രീയെ പറ്റിയാണ് പറയുന്നത്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കുന്ന അസുരന്മാരൊക്കെ മരിക്കും. അങ്ങനെ മരിച്ചുപോയ അസുരന്മാർ പലരും വീണ്ടും വന്ന് ജനിക്കും. അങ്ങനെയുള്ള ഒരു ജന്മമായിരുന്നു കാലനേമി എന്ന് പറയുന്ന ഒരു അസുരൻ്റെ പുനർജന്മമാണ് കംസൻ. അദ്ദേഹം മധുര എന്ന് പറയുന്ന രാജ്യത്ത്, ഇവിടുത്തെ അടുത്ത ഈ തമിഴ്നാട്ടിലുള്ള മധുരയല്ല കേട്ടോ, ഉത്തര മധുരാപുരി, ആ മധുരയിൽ രാജാവായിട്ട് താമസിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരിയായിരുന്നു ദേവകി. വസുദേവർ എന്ന് പറയുന്ന യോഗ്യനായ ഒരു രാജാവിന് വിവാഹം ചെയ്തു കൊടുത്തു. തൻ്റെ സഹോദരിയെ ഭർതൃഗ്രഹത്തിൽ കൊണ്ടാക്കാൻ രഥത്തിൽ കംസൻ തന്നെയാണ് രഥം ഓടിച്ചു പോയത്. അങ്ങനെ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കേണ്ട ഒരു അശരീരി കേട്ടു. കേമായിട്ട് പെങ്ങളെയും കൊണ്ട് പോവുകയല്ലേ ഭർതൃഗ്രഹത്തിലേക്ക്. ഈ സഹോദരി ഉണ്ടല്ലോ, ഈ ദേവകി ഉണ്ടല്ലോ, ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ കംസ ഓർത്ത് വെച്ചോളൂ, ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. എന്താ ഈ കേൾക്കണേ? ഒന്നുകൂടെ ശ്രദ്ധിച്ചു. അതെ, അങ്ങനെ തന്നെയാ. കംസൻ കേട്ടോളൂ, മറ്റാരും കേൾക്കില്ല ഈ ശബ്ദം. കംസ, ഈ ഇരിക്കുന്ന ഭർതൃഗ്രഹത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സഹോദരി, നിൻ്റെ പ്രിയപ്പെട്ട സഹോദരി ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും. ഉടൻ തന്നെ രഥം കണ്ട് നിർത്തി രഥത്തിൻ്റെ പുറകിലിരിക്കുന്ന ദേവകിയെ പിടിച്ച് വലിച്ച് തലമുടിയിലങ്ങോട്ട് ചുറ്റി പിടിച്ച് വാളെടുത്ത് കൊല്ലുന്നടിക്കും. വസുദേവർ വന്നിട്ട് തടുത്തു. എന്താന്ന് പറയൂ മഹാരാജാവേ, എന്തായാലും സമാധാനം. ഞാനൊരശരീരി കേട്ടു, ഇവൾ പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ എന്നെ വധിക്കുമെന്ന്. അതിനു മുമ്പ് ഞാൻ ഇവളെയും കൂടെ വധിച്ച പിന്നെ എങ്ങനെ വധിക്കും എന്ന് ചോദിച്ചു. ശരി, അതുകൊണ്ടാണോ? അങ്ങ് ഭയപ്പെടേണ്ട, ദേവകി പ്രസവിക്കുന്ന എല്ലാ പുത്രന്മാരെയും ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം. അങ്ങ് ദേവകിയെ വധിക്കാതിരിക്കും, എനിക്ക് വിട്ടുതരും. അതൊരു നല്ല ഐഡിയ ആണല്ലോ. പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ ഞാൻ അവരെ കൊന്നാൽ പോലെ, എന്തിനാ ദേവകിയെ കൊല്ലണേ എന്ന് വിചാരിച്ച് രഥം മുന്നോട്ടെടുത്ത് അവിടെ ചെന്ന് ഭർത്താവിൻ്റെ വിഗ്രഹത്തിൽ ഗൃഹപ്രവേശം കഴിഞ്ഞിട്ട് പോരെ നിങ്ങളിവിടെ താമസിച്ചാൽ പറ്റില്ല, രണ്ടാളെയും ഞങ്ങൾ തുറുങ്കിൽ അടയ്ക്കാൻ പോവാം. നിങ്ങൾക്കുണ്ടാകുന്ന പുത്രൻ തുറുങ്കിൽ കാരാഗ്രഹത്തിൽ ജനിക്കട്ടെ. അങ്ങനെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നാക്കി. കംസൻ്റെ കാരാഗ്രഹത്തിൽ വസിച്ച ദേവകിക്കും വസുദേവന്മാർക്കും പുത്രന്മാർ 6-7 ഉണ്ടായി. ഓരോ പുത്രന്മാരെയും കംസന് കൊണ്ടുകൊടുക്കും. കംസൻ അവരുടെ കാലെ പിടിച്ചിട്ട് ചുമരെ തല്ലിയിട്ട് അങ്ങ് കൊണ്ടും കളയും. അങ്ങനായി 8ാമത് ഗർഭം ധരിച്ചു. 8ാമത്തെ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ വരട്ടെ, എന്നെ കൊല്ലാനുള്ളവർ നിങ്ങൾ വരട്ടെ, അതിനു മുമ്പ് ഞാൻ അവനെ കൊല്ലും. കുഞ്ഞായി ജനിച്ച് വീണ ഉടനെ ഒരു കുഞ്ഞിനെ കൊല്ലാൻ എന്തെങ്കിലും ഒരു പാടുണ്ട്. അങ്ങനെ ഉറപ്പിച്ചിരുന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? സംഭവിച്ചത് ദേവകി പ്രസവിച്ച് കഴിഞ്ഞ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് രൂപം മാറി മഹാവിഷ്ണുവായി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, അമ്മേ, എൻ്റെ നമസ്കാരം, ഞാൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാൻ പോവുക. എൻ്റെ അവതാരം ബാലരൂപം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനു മുൻപ് അച്ഛനും അമ്മയും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അമ്പാടിയിലെ നന്ദഗോപരുടെ ഭാര്യ യശോദ പ്രസവിച്ചിട്ടുണ്ട്. ആ യശോദയുടെ കുട്ടി പെൺകുട്ടിയാണ്. എന്നെ ഇവിടെ നിന്ന് ബാലരൂപത്തിലുള്ള എന്നെ, ആൺകുട്ടിയായ എന്നെ, ദേവകിയുടെ 8ാമത്തെ പുത്രനായ എന്നെ ഇവിടെ നിന്നും അച്ഛൻ എടുത്തുകൊണ്ടുപോയി. എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്നും ഭയപ്പെടണ്ട. പോയി അവിടെ കിടത്തി അവിടുത്തെ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ അമ്മയുടെ അടുത്ത് വരും. അതുവരെ കംസൻ്റെ ഈ രാജ്യം മുഴുവൻ ഉറക്കത്തിലാകും. പെട്ടെന്ന് മഹാവിഷ്ണുവിൻ്റെ ആ വിശ്വരൂപം അങ്ങ് മാഞ്ഞുപോയി. ബാലരൂപത്തിലുള്ള ഉണ്ണിക്കണ്ണനായി ഇവിടെ.
ദേവകി വേഗം ഉണ്ണിക്കണ്ണനെ എടുത്തു. അപ്പോഴത്തേക്കും വസുദേവർ വലിയൊരു കൊട്ട, ആ കൊട്ടയ്ക്കകത്തൊരു തുണി ഇട്ടി കുട്ടി അങ്ങോട്ട് കിടത്തി തലയിലങ്ങോട്ട് വെച്ചു. പൂട്ടിയിട്ടിരിക്കുന്ന കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ അങ്ങോട്ട് തുറന്നു. പുറത്ത് അതിശക്തമായ പേമാരി. യമുനാ നദി ഇങ്ങനെ കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക. യമുനയുടെ അപ്പുറം കടക്കണം. അവിടെ ചെന്നപ്പോൾ എന്തുണ്ടായി എന്നറിയാമോ? യമുന അങ്ങ് വഴിമാറി രണ്ട് വശത്തും വെള്ളം കൊണ്ടുള്ള ഭിത്തികൾ, ഇടയ്ക്കൊരു ഇടനാഴി. അതിലൂടെ നടന്ന് കുഞ്ഞിനപ്പം മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? സർപ്പം വന്ന് പത്തി വിടർത്തി അവിടെ അങ്ങോട്ട് നിന്നു. മഹാവിഷ്ണുവിൻ്റെ സർപ്പം അനന്തൻ കുഞ്ഞ് നനയാതിരിക്കാൻ വേണ്ടി കുട്ടയുടെ മുകളിൽ പത്തി വിടർത്തി നിന്നു. നനയാതെ നന്ദഗോപരുടെ ഭവനത്തിലെത്തി. അവിടെ ചെല്ലുമ്പോൾ എന്താ, അവിടെ കാവൽ വാതിലുകളൊക്കെ, കൊട്ടാരത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നു. അങ്ങ് അകത്തേക്ക് ധൈര്യസമേതം കയറി ചെന്നു. യശോദ നല്ല ഉറക്കം, കാവൽക്കാരൊക്കെ നല്ല ഉറക്കം, യശോദയുടെ സഖിമാരൊക്കെ നല്ല ഉറക്കം. പൂർണ്ണഗർഭിണിയായ യശോദയ്ക്ക് കാവലായിട്ട് 3-4 സ്ത്രീകളുണ്ട്. എല്ലാവരും ഉറക്കല്ലേ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയ കുഞ്ഞിനെ യശോദയുടെ അടുത്തങ്ങോട്ട് കിടത്തി. അവിടെ കിടക്കണം മറ്റേ കുട്ടിയെ, പെൺകുട്ടിയാണത്. ആ പെൺകുട്ടിയെ കൊട്ടയിലാക്കി നിമിഷ നേരം കൊണ്ട് വസുദേവർ തിരിച്ചു നടന്നു. അങ്ങോട്ട് പോയതിലും വേഗത്തിൽ ഇവിടെ വന്ന് ദേവകിയുടെ അടുത്ത് ഈ പെൺകുട്ടി കൊണ്ടങ്ങോട്ട് കിടത്തി കഴിഞ്ഞപ്പോൾ ഇത് പക്ഷെ ഒരു കുഴപ്പം പറ്റിയിട്ടാ. നന്ദഗോപരുടെ വീട്ടിലെ ചില കാവൽക്കാർ കണ്ടു. അപ്പറയുള്ള വസുദേവരൊരു കൊട്ടയിൽ എന്താണെന്നറിയില്ല തലയിൽ വെച്ച് അകത്തേക്ക് പോകണുണ്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ആ കൊട്ടൻ്റെ തലയിൽ വെച്ച് തിരിച്ചു പോകണുണ്ടു എന്ന് വിചാരിച്ചു. എന്തായിരിക്കും. അതിന് ശേഷം ഈ വസുദേവർ പോയതിൻ്റെ പിന്നാലെ ഇവിടെ അകത്ത് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ ഉറങ്ങി കിടക്കണവരൊക്കെ നോക്കുമ്പോൾ എന്താ, യശോദ പ്രസവിച്ചു. കാവൽ കിടന്നവരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും പ്രസവം നടന്നു. പെൺകുട്ടി, നല്ല ഒന്നാന്തരം ആൺകുട്ടി. യശോദാമ്മയുടെ കുട്ടി നല്ല ഒന്നാന്തരം ഒരു ആൺകുട്ടിയായി. അത് ജനിച്ച പെൺകുട്ടിയെ വസുദേവർ കൊണ്ടുപോയി. ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതിൻ്റെ പിന്നാലെ ഇവിടുത്തെയും വാതിലുകളൊക്കെ അടഞ്ഞു. കാരാഗ്രഹത്തിൽ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. കംസൻ ഉടനെ വന്നു നോക്കിയപ്പോൾ എന്നത് പെൺകുട്ടിയാണ്. എൻ്റെ ചേട്ടാ ഈ കുട്ടി എനിക്ക് തന്നേക്കൂ, ഇതൊരു പെൺകുട്ടിയാണ്. ഞാൻ പ്രസവിച്ച 8ാമത്തെ പുത്രനല്ലേ അങ്ങേ കൊല്ലുന്നു പറയണേ, ഇത് പുത്രിയാണല്ലോ എന്ന് പറഞ്ഞു. കംസനുണ്ടോ വിടാൻ പോണു. കംസൻ ആ കുട്ടിയെ കാലയെ പിടിച്ച് നിലത്തടിച്ച് കൊല്ലാൻ തുടങ്ങി. കാലയെ പിടിച്ച് നിലത്തടിക്കാൻ തുടങ്ങിയോട് പറഞ്ഞു. അതാണ് ദുർഗാദേവി. പിന്നെന്ത് സംഭവിച്ചു? ഈ കുട്ടികളെ മാറ്റിയിട്ട് അപ്പോഴേക്കും നന്ദഗോപരുടെ ചില ദൂതന്മാർ വന്നിട്ട് കംസനോട് പറഞ്ഞു, വാസുദേവർ ഒരു കൊട്ടയം കൊണ്ട് അകത്തേക്ക് പോകണുണ്ടു, കൊട്ടയം കൊണ്ട് തിരിച്ചും പോകണുണ്ടു. എന്താ സംഭവം എന്നറിയില്ല. വാസുദേവർ പോയ എൻ്റെ പിന്നാലെ അകത്ത് കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഇനിയിപ്പോൾ അവിടെ പ്രസവിച്ച കുട്ടീനെ ഇവിടെ കൊണ്ട് കിടത്തിയതാണോ? ഇവിടെ കിടന്നിരുന്നത് ഇവിടെ യശോദ പ്രസവിച്ച പെൺകുട്ടിയായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയതാണോ? അറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ കംസന് കാര്യം മനസ്സിലായി. വസുദേവർ കുട്ടിയെ മാറ്റി രാത്രി. അതുകൊണ്ട് എന്താ, അമ്പാടിയിൽ നന്ദഗോപരുടെ ആ ഗ്രാമത്തിൽ ജനിച്ചിടത്തോളം കുട്ടികളെ മുഴുവൻ അങ്ങോട്ട് കൊല്ലുക. നന്ദഗോപരുടെ വീട്ടിലെ ആ ആൺകുട്ടിയെ, ആ ഉണ്ണിക്കണ്ണനെ ആദ്യം അങ്ങോട്ട് കൊല്ലണം. അതിനു വേണ്ടി തൻ്റെ മന്ത്രിസഭയിലെ ഒരു വനിതാ മന്ത്രിയാണ് പൂതന. പണ്ടുണ്ട് ഈ വനിതാ മന്ത്രിമാരൊക്കെ. പൂതനയുടെ സഹോദരന്മാരായ അഘാസുരനും നിഖാസുരനും 2 സഹോദരന്മാരുണ്ട്. 2 ആളും ഇവിടുത്തെ മന്ത്രിമാരാണ്. ഒരേ ഒരു വനിതാ മന്ത്രിയേ ഉള്ളൂ, അത് പൂതനയാണ്. അസാമാന്യ മനോധൈര്യവും കരുത്തുമൊക്കെ ഉള്ള സ്ത്രീയാണ്. പൂതനയെ വിളിച്ചു, ആ കുട്ടിയെ കൊല്ലണം, എന്താ സൂത്രം എന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു കംസൻ. ഉടൻ തന്നെ പൂതന അതീവ സുന്ദരിയായ ഒരു ഗോപസ്ത്രീയെ പോലെ അങ്ങോട്ട് ചെന്നു. അമ്പാടിയിലേക്ക് ചെന്നു. എല്ലാവരും കൃഷ്ണൻ്റെ ജന്മോത്സവം കൊണ്ട് ആടുന്ന വേളയിൽ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സമ്മാനങ്ങളൊക്കെ കൊണ്ട് കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. കുട്ടി അകത്തറയില്ല. അവിടെ ചെന്നിരുന്നു. ഒരമ്മയുടെ കയ്യിലായിരിക്കണം. അവിടുന്ന് കൈ മാറി പൂതനയുടെ കയ്യിലും വന്നു. വേഷം മാറി ചെന്ന മോഹിനിയുടെ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ അല്പം സൗകര്യത്തോടു കൂടി ഒതുക്കത്തിലുള്ള മറ്റൊരു മുറിയിലേക്ക് മാറി.
മുറിയിലേക്ക് മാറി അവിടെ വെച്ച് തൻ്റെ മുലപ്പാലങ്ങോട്ട് കൊടുത്തു. തൻ്റെ മുലപ്പാലിലൊക്കെ മുലയിലൊക്കെ വിഷം പുരട്ടിയേക്കായിരുന്നു. ഈ വിഷം അങ്ങോട്ട് കുട്ടിക്കട്ടെ കുട്ടി, വിഷം ഉള്ളിൽ ചെന്നാൽ നിൻ്റെ കഥ കഴിക്കണ്ട എന്നും കരുതി കുട്ടിക്ക് വിഷം കുടിക്കാൻ അങ്ങോട്ട് കൊടുത്തു. ഈ പാലങ്ങോട്ട് കൊടുത്തു. കുടിച്ച് കുട്ടി ഒരു പടി കൂടാതെ അങ്ങോട്ട് കുടിച്ചു ഉണ്ണി കാണാനല്ലേ കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ പൂതനയ്ക്ക് കുറേശ്ശെ വേദന എടുക്കണം. ഇതെന്താ അത് മാറ്റിപ്പിടിക്കാം, ഇങ്ങോട്ട് മാറ്റി ഇതുമ്മലേക്ക് ഈ മലയമലേക്ക് കൊടുക്കാമെന്ന് വെച്ചു. ഇതുമൊന്നൊന്ന് വിട്ടിട്ട് വേണ്ടേ, വിടണില്ല. പെട്ടിച്ചങ്ങോട്ട് കുടിച്ചു തുടങ്ങി. പൂതനയ്ക്ക് നിൽക്കാൻ നിർത്തില്ല. പരവേശമായി ഓട്ടി ആരും കാണാണ്ട് ഏതെങ്കിലും ഒരിക്കലേക്ക് പോവാം എന്ന് കരുതി അവിടെ വെച്ച് ഈ കുട്ടി അങ്ങോട്ട് ഞെക്കി കൊല്ലാം എന്നൊക്കെ കരുതി ഓടിപ്പോയി. കുറച്ച് ദൂരം ഒരു കുഞ്ഞിൻ്റെ മുകളിൽ ചെന്നു. അവിടെ ചെന്ന് പിന്നെയും കുട്ടി മോലയും വന്ന് വിടണില്ല. എന്തു ചെയ്യും? പൂതനയ്ക്ക് ദേഷ്യം വന്നു. പൂതനയുടെ ആ മോഹിനി രൂപം, കൃഷ്ണനെ മുല കൊടുക്കാനായിട്ട് വേണ്ടി എടുത്ത ആ മോഹിനി രൂപം ഒക്കെ അങ്ങോട്ട് മാറി പൂതന എന്ന രാക്ഷസിയായി മാറി. പിന്നെയും കുട്ടിയെ പിടിച്ചു വലിച്ചു സർവശക്തിയോടെ. എന്ത് ചെയ്താൽ കുട്ടി പോലെ ബന്ധം വിടില്ല. കുട്ടിച്ച് പൂതനയുടെ ജീവൻ തന്നെ, ജീവരക്തം തന്നെ ഊറ്റി കുടിച്ചു. ആ കുന്നിൻ്റെ മുകളിൽ കുടിച്ച് കൃഷ്ണൻ കുടിച്ച മുലപ്പാലായി കുടിച്ച ആ വിഷം കൊണ്ട് വിഷം പരട്ടിയിട്ടുള്ള മുലയാണ് കൊടുത്തിരുന്നത്. വിഷമൊന്നും കൃഷ്ണനൊരു പ്രശ്നമില്ല. കൂടുതൽ ശക്തിയും കരുത്തും നൽകുക ചെയ്ത് പൂതനെ അങ്ങോട്ട് മരിച്ചു വീണു. ആ സമയത്ത് ഒരലർച്ച കേട്ടു. അലർച്ച കേട്ടപ്പോൾ ഇതെന്താതെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് നോക്കി. ഒന്നും കാണാനില്ല. എല്ലാവരും ഒരു വിഷമം വരുമ്പോൾ തൻ്റെ കുട്ടികളെ ചേർത്ത് പിടിക്കുകയല്ലേ ചെയ്യുക. ഇവിടെ കണ്ണനെ ചേർത്ത് പിടിക്കാനായിട്ട്, കൃഷ്ണനെ ചേർത്ത് പിടിക്കാനായിട്ട് തോഴിമാരും മറ്റു സ്ത്രീകളൊക്കെ നോക്കി കാണാനില്ല. യശോദ ഓടി വന്നു. ഞാൻ നിന്നല്ലേ ഏൽപ്പിച്ചായിരുന്നേ, കുട്ടി എവിടെയാ? ഞാൻ പക്ഷേ അതിൽ കൊടുത്തു. എവിടെയാ എൻ്റെ കുട്ടി ചോദിച്ചു. അവർക്ക് ആർക്കും അറിയില്ല കുട്ടിയെ കാണാനില്ല. ഇത്രയും പറഞ്ഞാൽ മതി. കണ്ണനെ കാണാനില്ലെന്ന് എവിടുന്നോ വലിയൊരു അലർച്ച കേട്ടുന്നുള്ളതാണ്. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ച് പോയി. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താ? വലിയ പർവ്വതം പോലെ കരിനീല നിറത്തിലൊരു സ്ത്രീ ഇങ്ങനെ കെട്ടപ്പോൾ മലക്കം കെട്ടു. ആ സ്ത്രീയുടെ മാറിടത്തിൽ കയറിയിരുന്നു കൊണ്ട് കുഞ്ഞിക്കൈ രണ്ടും തട്ടി കളിക്കുകയല്ലേ ഉണ്ണിക്കണ്ണൻ. അപ്പം സമാധാനമായി. പക്ഷേ ഈ മരിച്ച് വീണ് കിടക്കണ ഈ സ്ത്രീയുടെ മുഖവും മറ്റു ഭാഗങ്ങളും കയ്യൊക്കെ നോക്കുമ്പോൾ എങ്ങനെ പോയി ആ കുട്ടിയുടെ അവരുടെ നെഞ്ചത്ത് നിന്ന് ഈ കുട്ടിയെ ഇങ്ങോട്ട് എടുക്കും? ആർക്കും ധൈര്യം കിട്ടണില്ല. ആര് കണ്ടാലും പേടിക്കുന്നൊരു രൂപം. ഈശ്വര, ഈ കുട്ടി എങ്ങനെ വന്നു പെട്ടു ഈ സ്ത്രീയുടെ മാറത്തേക്ക് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നോക്കും. അമ്മയ്ക്ക് ഭയം ഉണ്ടാവുമോ? തൻ്റെ കുട്ടി ഒരപകടത്തിൽ പെട്ടാൽ പെറ്റമ്മയ്ക്ക് ഭയം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു പേടി നോക്കില്ല. ഉടൻ തന്നെ യശോദാമ്മ ഓടിയങ്ങോട്ട് കയറി, കാലുമേക്കൂടെ ഓടിയങ്ങോട്ട് കയറി മാറത്തിരിക്കുന്ന തൻ്റെ ഉണ്ണിക്കണ്ണനെ ഇങ്ങോട്ട് എടുത്തു. ചാടി ഇറങ്ങി വന്നു. അപ്പോഴേക്കും തോഴിമാർ, യശോദാമ്മയുടെ സഖിമാരൊക്കെ കൂടി യശോദാമ്മയെ സമാധാനിപ്പിച്ചു. കുട്ടിക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. എല്ലാവരും മാറി നോക്കി. ഉണ്ണികൃഷ്ണൻ നല്ല സന്തോഷത്തിലാണ്. ഉണ്ണിക്കണ്ണൻ. അങ്ങനെയാണ് കഥയുണ്ടായത്. ഈ കൃഷ്ണനെ കൊല്ലാനെത്തിയ പൂതനയാണ് വിഷം പരട്ടിയിട്ട്. അന്നൊരു പ്രസവം നടന്നിട്ടുണ്ട്. ആ കുട്ടി അമ്പാടിയിലാണ്. ആ കുഞ്ഞിനെ വിഷം പുരട്ടിയ മുല കൊടുത്ത് കൊല്ലണം എന്ന നിർദ്ദേശമനുസരിച്ച് കംസൻ്റെ രാജഭരണത്തിലെ കംസൻ്റെ സർക്കാരിലെ ഒരു വനിതാ മന്ത്രിയാണ് പൂതന. കംസന് വേണ്ടിയാണ് വിഷം പുരട്ടിയ മുലകളുമായി കണ്ണനെ എടുത്ത് മുല കൊടുത്ത് മുലപ്പാൽ കൊടുത്ത് കൊല്ലാനായിട്ട് വന്നതാണ്. എന്തുണ്ടായി ഇപ്പോൾ? വിഷമൊന്നൊരു വിഷയമല്ല. കണ്ണൻ പൂതനയെ കൊന്നു. ഈ പൂതന ഉണ്ടല്ലോ, ഇതിന് മുൻപത്തെ ജന്മം മഹാബലി എന്ന് പറയുന്ന അസുര ചക്രവർത്തിയുടെ മകള് രത്നമാലിയായിരുന്നു. അന്ന് വാമനമൂർത്തിയായിട്ട് ഈ യാഗശാലയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ
രത്നമാല യാഗശാലയിൽ ഇരുന്നു കൊണ്ട് ദൂരെ നിന്ന് വരുന്ന ആ താപസവേഷത്തിൽ വരുന്ന വാമനമൂർത്തിയെ കണ്ടു. കാലടിയാണ് ആദ്യം കണ്ടത്. കാൽപാദങ്ങൾ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാൽമുട്ടുകൾ കണ്ടു. അങ്ങനെ തുട കണ്ടു. അഴകേറുന്ന തുട കണ്ടു. ഒതുങ്ങിയ അരക്കെട്ട് കണ്ടു. മാറിടം കണ്ടു. അദ്ദേഹത്തിൻ്റെ ആ മുഖപത്മം കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ രത്നമാലയ്ക്കൊരു മോഹം, ഈ ഉണ്ണി എൻ്റെ മകനായി ജനിച്ചെങ്കിൽ എന്ന്. ഈ പ്രാർത്ഥന എൻ്റെ മകനായിട്ട് ഈ ഉണ്ണി വന്നെങ്കിൽ എന്നുള്ള രത്നമാലയുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന വാമനമൂർത്തി കേട്ടു. വാമനമൂർത്തി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വൈകുണ്ഠത്തിലെ മഹാവിഷ്ണു അല്ലേ. ഉടൻ തന്നെ ഇങ്ങോട്ട് സന്ദേശം വന്ന അതേപോലെ രഹസ്യമായൊരു സന്ദേശം ഈ മകൾക്കും കൊടുത്തു. എന്താ കൊടുത്തേ? ഈ ജന്മത്തിൽ എനിക്ക് പറ്റില്ല അമ്മേ. ഈ ജന്മത്തിൽ എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് അവിടത്തെ പിതാവായ ബലിയെ മഹാബലിയാക്കല. അദ്ദേഹത്തെ ഞാൻ ഇപ്പം പാതാളത്തിലേക്ക് പറഞ്ഞേക്കാൻ പോവുക. അതിനപ്പം വന്ന് അതുകൊണ്ട് ഇപ്പം സമയമില്ല. പക്ഷെ അടുത്ത ജന്മത്തിൽ ഞാൻ അമ്മയ്ക്ക് പ്രിയപ്പെട്ട മകനായി വരാം എന്നൊരു വാഗ്ദാനം കൊടുത്തു. അങ്ങനെ ആ മകളാണ്, രത്നമാലയാണ് പൂതനയായി കംസൻ്റെ രാജധാനിയിലെ ഒരേ ഒരു വനിതാ മന്ത്രിയായത്. വനിതാ മന്ത്രി കംസന് വേണ്ടി ഈ കുട്ടിയെ കൊല്ലാനായിട്ട് പറഞ്ഞയച്ചു. ഇവിടെ വന്നിട്ട് കൊല്ലുന്നതിന് പകരം കുട്ടി മുല കുടിച്ച് പൂതനെ ഇങ്ങോട്ട് മരിച്ചു. പേര് പൂതന മറന്നേ. കംസൻ്റെ മന്ത്രിസഭയിലെ ഒരു വനിതാ മന്ത്രിയായിരുന്നു. പൂതനെ അങ്ങോട്ട് മരിച്ചു. ഈ പൂതന നേരെ അങ്ങ് ചെന്നു വൈകുണ്ഠത്തിലേക്ക് ആത്മാവ്. അവിടെ ചെല്ലുമ്പോൾ മഹാവിഷ്ണു എന്താ പറയണേന്നോ? പൂതനാമ്മ ലക്ഷ്മീദേവിയോട് ഭാര്യയോട് പറയാ, അർഘ്യപാദ്യാദികൾ കൊണ്ടുവരൂ, പൂതനാമ്മ വരുന്നുണ്ട്. ഈ ജന്മത്തെ പൂതനയായിട്ടുള്ള ആ ജന്മത്തിൻ്റെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കി ഈ കൃഷ്ണന് മുലപ്പാൽ കൊടുത്തോടുകൂടി ജീവനും കൂടി കുടിച്ചുല്ലോ. അങ്ങ് വൈകുണ്ഠത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലക്ഷ്മീദേവിയും മഹാവിഷ്ണുവും കൂടി ഈ പൂതനയെ, അതായത് രത്നമാലയെ, മഹാബലിയുടെ മകളെ സ്വീകരിക്കുകയാണ്. പൂതനാമ്മ വരുന്നുണ്ട്, അർഘ്യപാദ്യാദികളോടെ സ്വീകരിക്കൂ എന്ന്. അങ്ങനെ ഒരു വിശിഷ്ട ജന്മമായിരുന്നു പൂതനയുടേത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ദുഷ്ടജന്മല്ല, നല്ല ജന്മം, സ്വർഗത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ കഥ നിർത്തട്ടെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ ഈ കണ്ണൻ്റെ കഥ? പൂതനാമ്മയുടെ കഥ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.